റജി വസന്ത് ഈ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ പല പല തട്ടിപ്പുകളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഈ തട്ടിപ്പുകൾ സാധാരണക്കാരെ ബോധവൽക്കരിക്കാനുള്ള ഒട്ടേറെ നടപടികളും മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഈ മലയാളി എത്ര വന്നാലും ഈ പഠിക്കില്ല എന്ന് പറയുന്നത്, എത്ര തട്ടിപ്പ് അല്ലെങ്കിൽ പലിശ കൂടുതലുണ്ടെങ്കിൽ ഉടനെ അതിലേക്ക് പോകുന്നു. അപ്പം ഈ മലയാളിയെ പറഞ്ഞ് പഠിപ്പിക്കാൻ എന്താണ് ഇനി പുതിയ മാർഗം? നമ്മളെപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞാണ്, നമ്മളൊരു സ്പീഡി സൊസൈറ്റിയാണ്. നമുക്ക് എപ്പോഴും നമ്മളൊരു പേഴ്സണൽ ഗെയിൻസും പേഴ്സണൽ മോട്ടോയുമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളെ തന്നെ റെക്ടിഫൈ ചെയ്യാതെ നമ്മൾ ഗ്രാസ് റൂട്ട് ലെവലിൽ അതിനെ ചേഞ്ച് ഓരോ വീടുകളിൽ നിന്നും ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചാൽ ഇത് നടത്തുള്ളൂ. അതായത് ഒരു ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസിയോ അല്ലെങ്കിൽ ഒരു അക്കാഡമിഷ്യൻസോ അവരൊന്നും പറഞ്ഞ് മാറ്റാൻ ഇത് പറ്റത്തില്ല. അപ്പം നമ്മളെ അക്കാഡമിക്സ് കുട്ടികൾ പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇല്ലാത്തൊരു കാര്യമാണ് ഒരു ഓൺടർപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. നമ്മളവിടെ വളരെ കുറവാണ്. അതേ കണക്ക് തന്നെ ഫിനാൻഷ്യൽ ഹൈജീനെ കുറിച്ചും ഈ ടെക്നോളജിക്കൽ ഹൈജീനെ കുറിച്ചൊക്കെ ക്ലാസ് റൂട്ട് നമ്മളല്ലാതെ ഇത് കമ്പ്യൂട്ടർ ആരാണ് കണ്ടുപിടിച്ചതെന്ന് പഠിപ്പിക്കുന്നതിനെക്കാട്ടിയും ഇത് എങ്ങനെ നമ്മൾ ആദ്യത്തെ 10-20-30 വർഷം നമ്മൾ IT ആൾക്ക് ഇത് എങ്ങനെ അവബോധമാണ് കൊടുത്തിരുന്നെങ്കിൽ ഇതിൻ്റെ ട്രാപ്പ് എങ്ങനെയാണ്, അതിൽ നിന്ന് എങ്ങനെ നമ്മൾ എന്തൊക്കെ പ്രിക്കോഷണറി മെഷേഴ്സ് എടുക്കണം, അങ്ങനെയുള്ള ഇത് നമ്മളെ ഓരോ വീടുകളിൽ നിന്നും ഓരോ ക്ലാസ് റൂമുകളിൽ നിന്നും തുടങ്ങി അത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അപ്പം അങ്ങനെ മാത്രമേ നമ്മളിപ്പോഴും പറയാറുണ്ട്, ഇതെല്ലാം പറഞ്ഞിട്ട് ഈ മാസവും ഒരു ഏറ്റവും നല്ല ബാങ്ക് ഓഫ് ബറോഡയുടെ ഡേറ്റ ബ്രീച്ച് നടന്ന സ്ഥലമാണ് ഇന്ത്യ. നമ്മളെ കൂടംകുളം റിയാക്ടറിൽ നിന്നും ഡേറ്റ ബ്രീച്ച് നടന്നു. ഒരു സൈഡിൽ നമ്മൾ പറയും ഇന്നത്തെ ഏറ്റവും വലിയ വെൽത്ത് എന്ന് പറയുന്നത് ഡേറ്റ. പലരും അതിനെ ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഡേറ്റ പ്രൊട്ടക്ഷൻ ആക്ട് അങ്ങനെ ഇപ്പം IT ആക്ടിനോട് സപ്പോർട്ട് ചെയ്യാൻ ഇതെല്ലാം ഉണ്ടെങ്കിലും ഒരു ഏറ്റവും കൂടുതൽ വെൽത്ത് എന്ന് പറയുന്നത് ഇതിനെക്കാട്ടിയും ഡേറ്റയാണ് ഏറ്റവും വലിയ വെൽത്ത് എന്ന് പറയുന്നത്. നമ്മൾ ജീവിക്കുന്ന സൈബർ അല്ലെങ്കിൽ ഡിജിറ്റൽ യുഗത്തിൽ. അപ്പം അത് ഒരു തരത്തിക്ക് ഗ്രാസ് റൂട്ട് ലെവലിൽ നമ്മൾ ലിറ്ററസി കൊണ്ടുവന്ന കണക്ക് IT ലിറ്ററസി ഇതിൻ്റെ അവയർനെസ് കൊണ്ടുവരാതെ നേരത്തെ പറഞ്ഞ കണക്ക് കേസ് കണ്ടുപിടിച്ച് അതിൽ നിന്ന് പൈസ തിരിച്ചു കൊണ്ടുവരുന്നതിനെക്കാട്ടിയും സ്വന്തമായിട്ട് റെക്ടിഫൈ ചെയ്ത് സ്വന്തം നമുക്ക് മാക്സിമം അവബോധം എന്നാലും അതിൽ എറർ ഫ്രീ ആവാൻ പറ്റത്തില്ല. അപ്പോൾ അതാണ് എൻ്റെ ഒരു ഒബ്സർവേഷൻ.